താക്കീതറിയിക്കാനും വേണ്ടി വന്ന ആളാണ് ഞാൻ. അതാണ് ഞാനിതിൽ പറയുന്നത്. വ അനിസ്തഗ്ഫിറൂ റബ്ബക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം വ അനിസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തുവിൻ. സുമ്മ തൂബു ഇലൈഹി, നിങ്ങൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുകയും ചെയ്യുവിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് വന്നത്. അപ്പം എന്താ തൗബ, എന്താ ഇസ്തിഗ്ഫാർ? ശരി, ഒരു വേഗതയെക്കുറിച്ച് വളരെ വേഗത്തിൽ പറഞ്ഞു പോവുകയാണ്. പരിശുദ്ധ ഖുർആനിൽ മുഴുവൻ വായിച്ചു നോക്കിയാൽ മനുഷ്യ ജീവിതത്തെ എന്തായാലും മനുഷ്യന്മാർക്ക് അല്ലാഹു തആല അവതരിപ്പിച്ചെന്നാണല്ലോ. മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള കുറച്ച് വേഗതകളെക്കുറിച്ച് അല്ലാഹു തആല പറയാണ്. സൂറത്തുൽ മുൽക്കിൽ അല്ലാഹു തആല പറയുകയാണ്, ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂല, ഭൂമിയെ നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നവൻ ആരാണ്? അല്ലാഹുവാണ്. ഫംഷു, എന്താ? നിങ്ങൾ നടക്കുവിൻ. മഷിയുൽ അഖ്ദാം, എന്താ? മഷ, നടന്നു. ഫംഷു, നിങ്ങൾ നടക്കുവിൻ. ഫീ മനാകിബിഹ, അതിൻ്റെ ഉപരിതലത്തിലൂടെ. വകുലു, നിങ്ങൾ ഭക്ഷിക്കുവിൻ. മിർ റിസ്ഖിഹി, അള്ളാഹുവിൻ്റെ റിസ്ക്. വ ഇലൈഹിൻ നുശൂർ, നിങ്ങൾ മടങ്ങിപ്പോകുന്നത് ആരിലേക്കാണ്? അള്ളാഹുവിലേക്കാണ്. ഇവിടെ ഒരു വേഗതയുണ്ടോ? നടത്തത്തിനൊരു വേഗതയില്ലേ? ഇല്ലേ? മഷി എന്ന് പറഞ്ഞാൽ ഒരു വേഗതയാണ്, നടക്കുന്ന ഒരു സ്പീഡാണ്. അടുത്തത്, യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ, ജുമുഅ ദിവസം, അതായത് ഇന്ന് നിങ്ങളെ വിളിക്കപ്പെട്ടാൽ, നിങ്ങളെ പള്ളിയിലേക്ക് അള്ളാഹുവിൻ്റെ ദിക്റിലേക്ക് വിളിക്കപ്പെട്ടാൽ ഫസ്ഔ, സഅയ് നടത്തുവിൻ. എന്താ സഅയ്? ഇത്തിരി ധൃതിയിൽ പോകും. ഇലാ ദിക്രില്ല, എവിടേക്ക്? അള്ളാഹുവിൻ്റെ ദിക്റിലേക്ക്. വദറുൽ ബൈ, കച്ചവടമൊക്കെ ഉപേക്ഷിക്കുവിൻ, നിർത്തുവിൻ. ദാലിക്കും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾക്ക് വിവരമുണ്ട് എങ്കിൽ അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഖൈറായിട്ടുള്ളത് എന്ന് അല്ലാഹു തആല പറയുന്നു. ഇവിടെയും ഒരു സ്പീഡുണ്ട്. എന്താണ്? സഅയ്, അല്ലേ? നേരത്തെ സ്പീഡിനേക്കാൾ വലിയ സ്പീഡാണോ ചെറിയ സ്പീഡാണോ? കുറച്ചും കൂടി, അല്ലേ? നേരത്തെ പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ് നടക്കാൻ പറഞ്ഞത്? ഫുഡ് തേടിയിട്ട്, ഭക്ഷണം തേടിയിട്ട്, അല്ലേ? അതിനുള്ള നടത്തമാണ് പറഞ്ഞത്. ഇവിടെ രണ്ടാമത്തെ എന്താണ്? ദിക്ർ, അള്ളാഹുവിൻ്റെ ദിക്ർ, ദിക്റുല്ലാക്ക് വേണ്ടിയിട്ട് ഫസ്ഔ ഇലാ ദിക്രില്ല, അള്ളാഹുവിൻ്റെ ദിക്റിലേക്ക് നിങ്ങൾ സ്പീഡിൽ പോകുവിൻ. ശരി, അടുത്തത് വസാരിഉ ഇലാ മഗ്ഫിറതിൻ മിർ റബ്ബികും വജന്ന. സാരിഉ എന്ന് പറഞ്ഞാൽ സ്പീഡിൽ പോവുവിൻ. എങ്ങനെയാണോ സ്പീഡ്, ആ സ്പീഡിൽ പോകും. ഓടിച്ചെല്ലുവിൻ. വണ്ടി എടുത്തിട്ടാണെങ്കിൽ വണ്ടി എടുത്ത്, ബൈക്ക് എടുത്തിട്ടാണെങ്കിൽ ബൈക്ക്, സൈക്കിൾ എടുത്തിട്ടാണെങ്കിൽ സൈക്കിൾ, ഓടിയിട്ടാണെങ്കിൽ ഓടി. സ്പീഡിൽ ചെല്ലുവിൻ, അല്ലേ? സുർഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സ്പീഡ്. സ്പീഡിൽ ചെല്ലുവിൻ. എങ്ങനെയാണ്? നിങ്ങൾ പ്ലെയിനിൽ പോകണോ? പ്ലെയിനിൽ പോകാം. എവിടേക്ക്? ഇലാ മഗ്ഫിറ, മഗ്ഫിറത്തിലേക്ക്. മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ സ്പീഡിൽ പോകുവിൻ. മിർ റബ്ബിക്കും വജന്നത്തിൻ, സ്വർഗത്തിലേക്കും. അർളുഹ സമാവാതു വൽ അർളു ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ, ആ സ്വർഗത്തിൻ്റെ വിശാലത, അതിൻ്റെ വ്യാപ്തി, അതിൻ്റെ വിസ്തീർണം എന്ന് പറഞ്ഞാൽ ആകാശഭൂമികളോളം വിശാലമായ ആ സ്വർഗത്തിലേക്ക്, മഗ്ഫിറത്തിലേക്ക് ഓടല്ല, നടക്കല്ല, സ്പീഡിൽ പോവുകയും. സൂപ്പർ സോണിക് വിമാനങ്ങൾ ഉപയോഗിച്ചിട്ട് പോകാൻ പറ്റുമോ? പോവുക. എങ്ങോട്ടേക്ക്? മഗ്ഫിറത്തിലേക്ക്. അപ്പോൾ അല്ലാഹു തആല ഈ ഒരു 3 സ്പീഡ്, ഇതല്ലാത്ത വേറൊരു സ്പീഡ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല. നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല, അതല്ല, നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ കാഴ്ചപ്പാട് എന്താ? ഏതിലാണ് നമ്മൾ സ്പീഡ് കൂട്ടേണ്ടത്? വളരെ വ്യക്തമല്ലേ? പച്ചവെള്ളം പോലെ വ്യക്തമാണ് എവിടേക്കാണ് സ്പീഡ് വേണ്ടതെന്ന്. എന്നാൽ നേരെ തിരിച്ചാണ് നമ്മുടെ അവസ്ഥ. എൻ്റെ അവസ്ഥ അങ്ങനെയാണ്, നിങ്ങളുടെ അല്ല, എൻ്റെ അവസ്ഥ അങ്ങനെയാണ്. നമ്മൾ ഈ ദുനിയാവിൽ നിന്ന് കിട്ടാവുന്ന ഫുഡിന് വേണ്ടിയിട്ടാണ് സ്പീഡ്, സുർഅത്ത്, സൂപ്പർ സോണിക്കിലടക്കം നമ്മൾ പോണത് അതിന് വേണ്ടിയിട്ടാണ്. രണ്ടാമത്തേത് എന്തായിരിക്കും? അത് ദിക്റുള്ളയായിരിക്കും, അല്ലാഹു ആലം എന്താണെന്ന്. പക്ഷെ ഒന്നാമത്തേത് നമ്മുടെയൊക്കെ മനുഷ്യന്മാരുടെ അവസ്ഥ പരിഗണിച്ച് വെച്ച് നോക്കുകയാണെങ്കിൽ സ്പീഡ്, ഏറ്റവും വലിയ സ്പീഡ് ദുനിയാവിന് വേണ്ടിയിട്ടാണ്. അള്ളാഹുവിൻ്റെ കാഴ്ചപ്പാട് ഈ രൂപത്തിലാണ്. ശരി, അഞ്ചാമത്തേത്, ആരാണ് തൗബ ചെയ്യേണ്ടത്? ഇതിപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ മനുഷ്യന്മാരും ചെയ്യണോ, അതോ കള്ളും മറ്റു വലിയ വലിയ തിന്മകളൊക്കെ ആയിട്ട് നടക്കുന്ന മനുഷ്യന്മാർ ചെയ്താൽ മതിയോ എന്നത് ഒരു യാഥാർത്ഥ്യമാണ്, തിരിച്ചറിയേണ്ടതാണ്. വതൂബൂ ഇലല്ലാഹ്,
നിങ്ങൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുവിൻ. ആരോടാ? എല്ലാവരും എന്ന് പറഞ്ഞാൽ ഈ സദസ്സിൽ ഒരാളും ഒഴിവില്ല, അവിടെ ഇരിക്കുന്ന സ്ത്രീകളും ഒഴിവില്ല, ഇത് കേൾക്കുന്ന ആരും ഒഴിവില്ല. ജമീഅൻ മുഴുവനും. അയ്യുഹൽ മുഅ്മിനൂൻ, അല്ലയോ സത്യവിശ്വാസികളെ. ആ സത്യവിശ്വാസികൾ തൗബ ചെയ്തിരിക്കണം നിർബന്ധമായിട്ടും. അയ്യുഹൽ മുജ്രിമൂൻ എന്നാണ് പറഞ്ഞത്. അയ്യുഹൽ മുജ്രിമൂനാണെങ്കിൽ ഞാനത് ചെയ്തിട്ടില്ല, ഞാൻ കുറേ നാളായിട്ട് ഒന്നും ചെയ്യാതെ നടക്കുന്ന ആളാണെന്ന് പറയാം. സെൻട്രൽ ജയിലിൽ കിടക്കുന്ന ആൾ എന്തായാലും തിന്മ ചെയ്യൂലല്ലോ, അയാൾക്ക് ആകെ ഒരു സെല്ലിൻ്റെ ഉള്ളിൽ കിടക്കാനേ പറ്റുള്ളൂ. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിച്ചേക്കാം. വിജയിക്കണോ? തൗബ വേണം. തൗബ നമ്മുടെ ജീവിതത്തിൽ വേണം. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, തൂബൂ ഇലല്ലാഹ്. ആരെയാണ് വിളിച്ചത്? യാ അയ്യുഹല്ലദീന കഫറൂ എന്നാണോ? യാ അഹ്ലൽ കിതാബ് എന്നാണോ? യാ അയ്യുഹല്ലദീന നാഫഖൂ എന്നാണോ? അല്ല, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ. വിളിയേക്കൂലേ? സത്യവിശ്വാസികളെ എന്ന് വിളിച്ചാ നമ്മൾ വിളിയേക്കൂലേ? എങ്കിൽ ഇത് കേൾക്കണം. തൂബൂ ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുവിൻ. തൗബതൻ നസൂഹ, ഒറിജിനൽ തൗബ, കള്ളത്തരമല്ല, ഒറിജിനൽ നസൂഹായ തൗബ. നസൂഹായ തൗബയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് ഒറിജിനൽ തൗബ എന്നുള്ളത്? ഒറിജിനൽ തൗബ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരും. അത് വന്നിട്ടുണ്ടെങ്കിൽ തൗബയാണ്, വന്നിട്ടില്ല എങ്കിൽ നസൂഹല്ല എന്ന് നമ്മൾ തിരിച്ചറിയാം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അയ്യുഹന്നാസ് തൂബൂ ഇലല്ലാഹ്, അല്ലയോ മനുഷ്യരെ നിങ്ങൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുവിൻ. ഫഇന്നി, ഞാനുണ്ടല്ലോ, അതൂബു ഫിൽ യൗം, ഒരു ദിവസത്തിൽ ഞാൻ ചെയ്യുന്ന തൗബ അള്ളാഹുവിലേക്ക് 100 മറ, 100 തവണ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ചെയ്ത തെറ്റ് ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരെയും എല്ലാ തരത്തിലും ഗവേഷണ നിരീക്ഷണങ്ങൾ വളരെ മൈന്യൂട്ടായിട്ട് ചെയ്ത് നോക്കി അന്വേഷിച്ച് പോകുന്ന ആൾക്കാരോട് പറയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ഒരു ചെറിയ ഒരു തെറ്റ് ഒന്ന് കാണിച്ചതാ. അതിൽ നിന്നാണല്ലോ തൗബ ചെയ്യേണ്ടത് നമ്മളുടെ ചിന്തയനുസരിച്ച്. എന്താ ഉള്ളത്? ഒരു തെറ്റ് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല എങ്കിൽ 100 തവണ ഞാൻ ചെയ്യും. വേറൊരു റിവായത്തിൽ 70 തവണ ചെയ്യുമെങ്കിൽ അത് സത്യവിശ്വാസിയുടെ കൂടപ്പിറപ്പാവണം. എന്ത്? തൗബ. തൗബ കൂടപ്പിറപ്പാവേണ്ടത് അത്യാവശ്യമാണ്, എങ്കിലേ വിജയിക്കൂ. ലഅല്ലക്കും തുഫ്ലിഹൂൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറയുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തിട്ടുണ്ട്. ആർക്കാണ് തൗബ ലഭിക്കുക? ഇപ്പം സത്യവിശ്വാസികൾ മുഴുവൻ നിർബന്ധമായിട്ടും നിരന്തരമായും തൗബ ചെയ്യണം. എന്താണ് തൗബ എന്ന് പറയേ? തൗബ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇപ്പം നമ്മുടെ മനസ്സിലൊരു തൗബ ഉണ്ട്, അത് മുഴുവൻ ചവറ്റുകൊട്ടേക്ക് എറിയുക. ഇപ്പം നമ്മളെ മനസ്സിലുള്ള തൗബകൾ മുഴുവൻ ചവറ്റുകൊട്ടേക്ക് എറിയുക. ഫ്രഷായിട്ട് പുതുതായിട്ട് നമ്മൾ കേൾക്കേണ്ടതാണത്. ആർക്കാണ് തൗബ ലഭിക്കുക? ഇനി തിന്മ ചെയ്ത ഒരാളുണ്ടെന്ന് കരുതുക. ആ തിന്മ ചെയ്ത ആൾക്ക്, തിന്മ ചെയ്തവരിൽ ആർക്കാണ് അല്ലാഹു തആല, ആരിൽ നിന്നാണ് അല്ലാഹു തആല തൗബ സ്വീകരിക്കുക? അത് അല്ലാഹു തആല വ്യക്തമാക്കിയിട്ടുണ്ട് സൂറത്തു ആലി ഇംറാനിലൂടെ. വല്ലദീന ഇദാ ഫഅലു ഫാഹിഷ, ഇത് തിന്മ ചെയ്തവരെ കുറിച്ച് പറയുന്നതാണ്. വല്ലദീന ഇദാ ഫഅലു ഫാഹിഷ, അതായത് എന്തെങ്കിലും മ്ലേച്ഛമായ കാര്യങ്ങൾ, ഫാഹിഷത്ത് ചെയ്ത ആളുകൾ, ഔ സലമൂ അൻഫുസഹും, അല്ലെങ്കിൽ സ്വന്തം ആത്മാക്കളോട് അക്രമം പ്രവർത്തിച്ചു, എന്തോ തിന്മ ചെയ്തു, ടി വിയിൽ കാണാൻ പാടില്ലാത്തത് കണ്ടു, നെറ്റിൽ കാണാൻ പാടില്ലാത്തത് കണ്ടു, അല്ലെങ്കിൽ ആരെയോ കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞു, അല്ലെങ്കിൽ എന്തിനെയോ കുറിച്ച് ചിന്തിച്ചു, അങ്ങനെ എന്തോ ചെയ്യാൻ പാടില്ലാത്ത തിന്മകൾ ചെയ്തു. വലമു അൻഫുസഹും, സ്വന്തം ആത്മാവിനോട്, സ്വന്തം ശരീരത്തിനോട് അക്രമം പ്രവർത്തിച്ചു. അങ്ങനെയുള്ള ആളുകൾ അങ്ങനെ ചെയ്താൽ ദക്കറുല്ലാഹ്, ഉടനെ അള്ളാഹുവിനെ ഓർക്കും വരും. ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം, അപ്പോൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തും. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, ആരാണ് അള്ളാഹു അല്ലാതെ ഇങ്ങനെ പാപങ്ങൾ പൊറുക്കുന്നവൻ? വേറെ ആരാ ഉള്ളത്? വേറെ ആരും പൊറുക്കൂലല്ലോ. ഉപ്പാ ഞാൻ ഒരുപാട് തിന്മകൾ ചെയ്തിട്ടുണ്ട്, ഉപ്പാ എനിക്ക് പുറത്തു തരണം എന്ന് പറഞ്ഞാൽ ഉപ്പ പുറത്തിട്ട് എന്താ കാര്യം? ഞാൻ ഒരുപാട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, ഇന്ന ആളുകളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ കോളേജ് ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, ഉപ്പ എനിക്ക് പുറത്തു തരുമോ എന്ന് ചോദിച്ചാൽ ഉപ്പ പുറത്തു തരില്ല. ലോകത്തുള്ള മനുഷ്യന്മാരെ മുഴുവൻ വിളിച്ചിരുത്തി, മലക്കുകളെ വിളിച്ചിരുത്തി, പ്രവാചകന്മാരെ വിളിച്ചിരുത്തി, ജിന്നുകളെ വിളിച്ചിരുത്തി, പക്ഷി മൃഗാദികളെ വിളിച്ചിരുത്തിയിട്ട് എല്ലാവരോടും പറയാണ് എനിക്ക് പുറത്തു തരണേ എന്ന് പറഞ്ഞാൽ
അവർക്ക് പുറത്തു തരാൻ കഴിയില്ല. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ വേറെ ആരാണ് പൊറുക്കുക? എന്നിട്ടോ വലം യുസിറു അലാ മാ ഫഅലു, വലം യുസിറു അലാ മാ ഫഅലു, വലം യുസിറു കടിച്ചു തൂങ്ങിയിട്ടില്ല, അലാ മാ ഫഅലു അവർ പ്രവർത്തിച്ചതിനെ. എന്ത് തിന്മയാണോ ചെയ്തത് ആ തിന്മയമ കടിച്ചു തൂങ്ങി നിൽക്കാത്ത ആളുകൾ. വഹും യഅലമൂൻ അറിഞ്ഞുകൊണ്ട് തിന്മയിൽ ഉറച്ചു നിൽക്കാത്ത ആളുകൾ. ഉലായിക ജസാഉഹും മഗ്ഫിറ, അവർക്കാണ് എന്തുള്ളത്? മഗ്ഫിറത്തുള്ളത്. മിർ റബ്ബിഹിം വജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ വനിഅമ അജ്റുൽ ആമിലീൻ. മനസ്സിലായോ? ആർക്കാണ് തൗബ കിട്ടുക എന്ന് മനസ്സിലായി. കുറച്ചുകൂടി വ്യക്തമായ രൂപത്തിൽ അല്ലാഹു തആല വ്യക്തമാക്കുകയാണ്, ഇന്നമത് തൗബ, തൗബ ഒരു കൂട്ടർക്ക് മാത്രമേ കിട്ടൂ. തൗബ ചെയ്ത് എന്ന് വെച്ചിട്ട് കാര്യമില്ല. തൗബ ആർക്കേ കിട്ടൂ? അലല്ലദീന യഅമലൂന സൂ, തിന്മകൾ ചെയ്തിട്ട് തൗബ കിട്ടുന്ന ആളുകൾ ആരാണ്? ബിജഹാല, തിന്മകൾ അറിവില്ലായ്മ കൊണ്ട് ചെയ്ത ഒരു നിമിഷത്തിൻ്റെ കടന്നാക്രമണത്തിൽ ഒക്കെ മറന്നുപോയി. അങ്ങനെ ജഹാലത്തോടു കൂടി തിന്മ ചെയ്തു. ഒരു നിമിഷം ഒക്കെ മറന്നുപോയി. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ താക്കീതുകൾ ഒക്കെ മറന്നുപോയി. പെട്ടെന്ന് തിന്മയിൽ അങ്ങോട്ട് വീണുപോയി, ജഹാലത്തോടു കൂടി വീണു. സുമ്മ, അങ്ങനെ ആ ജഹാലത്തോടു കൂടി ഒരു തിന്മ ചെയ്തു. സുമ്മ യതൂബൂന മിൻ ഖരീബ്, വളരെ പെട്ടെന്ന് തന്നെ തൗബ ചെയ്തു. ഫഉലൈക യതൂബുല്ലാഹു അലൈഹിം, അവർക്ക് അല്ലാഹു തആല തൗബ കൊടുക്കുക തന്നെ ചെയ്യും, കൊടുക്കും. വകാന അല്ലാഹു അലീമൻ ഹകീമ, അല്ലാഹു തആല എല്ലാം അറിയുന്നവനും യുക്തിമാനുമാകുന്നു. വലൈസത്തി തൗബ, തൗബ കൊടുക്കില്ല, കിട്ടില്ല. ആർക്ക്? ലില്ലദീന യഅമലൂന സയ്യിആത്ത്, തിന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാർക്ക്. ഏതുവരെ? ഹത്താ ഇദാ ഹളറ അഹദഹുമുൽ മൗത്ത്, മരണം ആസന്നമാകുന്നത് വരെ തിന്മകൾ ചെയ്തു. ഖാല, അപ്പ ആ മനുഷ്യൻ പറയും, ഇന്നി തുബത്തുൽ ആൻ, റബ്ബേ ഞാനിതാ മടങ്ങുന്നു നിന്നിൽ നിന്ന് എന്ന് പറയുന്നു. വലം ഇന്നി തുബത്തുൽ ആൻ വലല്ലദീന യമൂതൂന വഹും കുഫാർ, കാഫിരീങ്ങളായിക്കൊണ്ട് മരിക്കുന്നവർക്കും കിട്ടില്ല. അപ്പോൾ ആദ്യം പറഞ്ഞത് ആരെയാണ്? ഹത്താ ഇദാ ഹളറ അഹദഹുമുൽ മൗത്ത് ഖാല ഇന്നി തുബത്തുൽ ആൻ എന്ന് പറഞ്ഞത് ആരാണ്? മരണം ആസന്നമാകുന്നത് വരെ തിന്മകൾ ചെയ്ത് എന്നിട്ട് അപ്പോൾ റബ്ബേ ഞാനിപ്പോൾ തൗബ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞവർക്ക് തൗബ കിട്ടില്ല. പിന്നെ കാഫിര്യങ്ങളായിട്ട് മരിക്കുന്നവർക്കും തൗബ കിട്ടില്ല. മുന്ന് പറഞ്ഞ മുഅ്മിനുകളെ കുറിച്ചാണ്. മുഅ്മിനുകൾ തിന്മ ചെയ്തിട്ട് ഏറ്റവും അവസാനം വരെ, അതായത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു, നെഞ്ഞുവേദനയായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അങ്ങനെ ഡോക്ടർമാരൊക്കെ വന്നു, ഒക്കെ പിടിച്ചു നോക്കി, അങ്ങനെ ഇതൊക്കെ നോക്കി, ECG എടുത്ത്, അങ്ങനെ ഇതൊക്കെ നോക്കിയപ്പോൾ പെട്ടെന്ന് തന്നെ ഒക്കെ ചെയ്യണം. അങ്ങനെ ഓരോന്ന് കാണിക്കണം ഡോക്ടർമാർ. അപ്പോൾ നേഴ്സുമാർ കൈ പിടിച്ചിട്ടൊക്കെ പറഞ്ഞു, ഡോക്ടർ പൾസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഡോക്ടർ. അപ്പോൾ നമ്മൾക്ക് കാണാം ആ മീറ്ററിൽ ഇങ്ങനെ ഇത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉറപ്പിക്കാൻ തുടങ്ങും, പോക്കാണ് കാര്യമെന്ന്. അപ്പോൾ ഒരു തൗബ ഉണ്ട്. എന്ത്? റബ്ബേ